ഒരു മുഅ്മിൻ എപ്പോഴാണ് ബുദ്ധിയുണ്ട് എന്ന് പറയുക? ഇദാ റഅയ്തുമുൽ മുഅ്മിന സമൂതൻ ഫദ്നൂ മിൻഹു ഫഇന്നഹു യുലഖിനുൽ ഹിക്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തുമുൽ മുഅ്മിന, ഒരു മുഅ്മിനെ നീ കണ്ടു, സമൂതൻ, വളരെ കുറച്ചേ സംസാരിക്കൂ, കടകടകട എന്ന് പറഞ്ഞ് എപ്പോഴും സംസാരിക്കുന്ന ഒരാളല്ല, വളരെ കുറച്ചേ സംസാരിക്കുന്നു എന്ന ഒരു മുഅ്മിനെ നീ കണ്ടാൽ ഫദ്നൂ മിൻഹു, ആ മുഅ്മിനോട് നീ അടുത്തോ, ഫഇന്നഹു യുലഖിനുൽ ഹിക്മ, അവന് പറയുന്നതൊക്കെ വളരെ ഇൻ്റലക്ച്വൽ കാര്യങ്ങളായിരിക്കും, ബുദ്ധിപരമായ കാര്യങ്ങളായിരിക്കും. ബുദ്ധിയില്ലാത്തവന് പറയുമ്പോൾ ആഗിരണം ചെയ്യാനുള്ള അവസരങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അങ്ങനെ പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലേക്ക് വലിക്കാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലേക്ക് വലിച്ച് എപ്പോഴെങ്കിലും അവൻ ആവശ്യമുണ്ടാകുമ്പോൾ മാത്രം സംസാരിക്കുന്ന ഒരാൾ, അയാൾ സംസാരിക്കുമ്പോൾ ബുദ്ധിപരമായിട്ടായിരിക്കും സംസാരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇത് ലോകത്തിൻ്റെ ക്രമമാണ്. നമ്മൾ ആരെടുത്തു നോക്കിയാലും മനസ്സിലാവും. ജന്തുക്കളിൽ വരെ എങ്ങനെയാണെന്നാണ് പറയുന്നത്. കാക്കപ്പോഴും ശബ്ദിച്ചു കൊണ്ടിരിക്കും, ഒരാൾക്കും അതിനോട് വിലല്ല. സിംഹം എപ്പോഴെങ്കിലും ഒന്ന് ഒച്ച ഉണ്ടാക്കൂ, എല്ലാവർക്കും അതിനോട് വിലയുണ്ട്. വിലയുള്ള മൃഗങ്ങൾ, അത് മൃഗശാലയിലാണെങ്കിലും കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മളൊരു മൃഗത്തിന് വില കൊടുക്കുന്നുണ്ട് എന്ന് വെക്കുക. തെരുവുപട്ടികൾ ഒച്ച ഉണ്ടാക്കാത്ത സമയം വളരെ കുറവല്ല, ആർക്കെങ്കിലും വില ഉണ്ടോ? എന്താ നമ്മളെ വീട്ടിൽ വളർത്തുന്ന നല്ലൊരു നായയാണെങ്കിലോ ആവശ്യമുണ്ടെങ്കിലേ അത് ഒച്ചുണ്ടാക്കൂ. ഇത് ലോകത്തിൻ്റെ ക്രമമാണ്. മൃഗങ്ങൾക്കിടയിൽ പോലും ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മനുഷ്യർക്കിടയിൽ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ആരോടും ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നുള്ളൊരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. ഈ ബഹുസ്വര സമൂഹത്തിൽ, ഇന്നത്തെ വിഷയം നമ്മളുടെ ബഹുസ്വര സമൂഹത്തിൽ നമ്മളെ ജീവിതമാണ്. ഈ ബഹുസ്വര സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സ്വരങ്ങളുണ്ടാവും. ചിലർ അള്ളാഹുവാണ് മഅ്ബൂദ്, ആരാധ്യൻ എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടാവും. ചിലരത് വിശ്വസിക്കാത്ത മറ്റു സ്വരങ്ങളുണ്ടാവും. ചിലർ ഒന്നും വിശ്വസിക്കാതെ അങ്ങനെ ഒരു ആരാധ്യൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും. ഇങ്ങനെ ബഹുസ്വരമായ വ്യത്യസ്ത സ്വരങ്ങളുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അതിലൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം, ഒരു മുഅ്മിൻ്റെ സ്വഭാവം ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കരുണ ചൊരിഞ്ഞ്, കാരുണ്യം ചൊരിഞ്ഞ്, വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് നടക്കുന്ന ആളാണ് ഒരു മുസ്ലിം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ അങ്ങയെ നാം നിയോഗിച്ചത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും റഹ്മത്തായിട്ടാണ്. അത് കേവലം മുസ്ലിങ്ങൾക്ക് മാത്രം റഹ്മത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടല്ല നബി തങ്ങൾ ഇവിടെ നിയോഗിതനായത്. വഇൻ കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. അങ്ങ് മുസ്ലിങ്ങളോടോ അമുസ്ലിങ്ങളോടോ ആരോടുമാവട്ടെ അങ്ങ് ഒരു പരുഷ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ ലം ഫല്ലു മിൻ ഹൗലിക്, അങ്ങയുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് അവരെന്നോ പിരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന സ്വഭാവം, അത് ലോകത്ത് എല്ലാവരോടും കരുണ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു ഉസ്താദ്, നിങ്ങൾ ദർസ് പഠിച്ചവരാണ് എന്നുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോഴും നമ്മുടെ മർക്കസിൽ പോയി നോക്കുക. ഉസ്താദ് തൻ്റെ ശിഷ്യന്മാർക്ക് റമദാൻ കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങും. ശവ്വാൽ 8-നോ 9-നോ 10-നോ ഒരു നല്ല ദിവസം നോക്കി ഉസ്താദ് ക്ലാസ് തുടങ്ങും. ഉസ്താദിൻ്റെ മുമ്പിൽ ആയിരക്കണക്കിന് ശിഷ്യന്മാർ വന്ന് ഇരിക്കും. അപ്പോൾ ഉസ്താദ് ബിസ്മിം ഹംദും സ്വലാത്തും സലാമും ചൊല്ലിയിട്ട് ആദ്യം പറയുന്നൊരു സെന്റൻസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ്. അതെന്തുകൊണ്ടാണ് ആ ഹദീസ് നബി തങ്ങൾ ഉസ്താദ് ആദ്യം പറയുന്നത്? അത് നബി തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് ആദ്യം കേട്ടത് അതാണ്. അങ്ങനെ ഉസ്താദ് വരെയുള്ള സമൂഹം, ഉസ്താദുമാർ മൊത്തം ആദ്യം തൻ്റെ ഉസ്താദിൽ നിന്ന് കേൾക്കുന്ന ഹദീസ് അതാണ്. ആ ഹദീസ് എന്താ? അർറാഹിമൂന ഇർഹമുഹുമുർ റഹ്മാനു ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. അർറാഹിമൂന ഇർഹമുഹുമുർ റഹ്മാൻ. ലോകത്തുള്ള സഹജീവികളോട്, സഹസൃഷ്ടികളോട് കാരുണ്യം കാണിക്കുന്നവരെ യർഹമുഹുമുർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് അവരോടാണ് കാരുണ്യം കാണിക്കുക. നമുക്ക് മറ്റൊരാളോട് കാരുണ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മളോട് കാരുണ്യം കാണിക്കും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താ? ഇർഹമു മൻ ഫിൽ അർളി
യർഹമുക്കും മൻ ഫിസ്സമാ, ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും നീ കാരുണ്യം കാണിക്കണം, എങ്കിൽ യർഹമുക്കും മൻ ഫിസ്സമാ, ആകാശത്തിന്റെ അധിപനായ അള്ളാഹു നിങ്ങളോടും നിന്നോടും കാരുണ്യം കാണിക്കും എന്നുള്ളതാണ്. ഒരു ഉസ്താദ് ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ ഹദീസ് ഇതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തല്ല, അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ല, തൗഹീദല്ല പഠിപ്പിക്കുന്നത്, റിസാലത്തല്ല പഠിപ്പിക്കുന്നത്, പ്രവാചകത്വമല്ല പഠിപ്പിക്കുന്നത്. പിന്നെന്താ? അടുത്തുള്ളവൻ അവൻ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് നോക്കിയിട്ടല്ല, ആണോ പെണ്ണോ, അല്ലെങ്കിൽ ഏത് വർഗമോ ഏത് രാഷ്ട്രമോ ഏത് കുലനോ ഏത് ജാതിയോ ഏത് സമ്പന്നനോ വർഗമോ എന്ത് ഉപകാരം കിട്ടുമോ എന്നൊന്നും നോക്കിയിട്ടല്ല, ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നീ കരുണ ചൊരിയണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ലോകത്തുള്ള മുഴുവൻ ഗുരുവര്യന്മാരും തൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസ്. ഈ ഹദീസിന് അൽ ഹദീസുൽ മുസൽസലു ബിൽ അവ്വലിയ എന്നുള്ള പേരെന്നെ ഉണ്ട്. എല്ലാ ഉസ്താദുമാരും തൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം എന്താ? ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം ആരോടും പ്രശ്നമില്ല എന്നല്ല, എല്ലാവരോടും കരുണ കാണിക്കുന്ന ആളാണ്. അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ യദിഹി വലിസാനി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റെല്ലാവരും രക്ഷപ്പെട്ടിരിക്കും. അതുകൊണ്ട് തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, തൻ്റെ സഹയാത്രികർ, തൻ്റെ കൂടെ ബിസിനസ് നടത്തുന്നവർ, തൻ്റെ അയൽവാസികൾ ആരാവട്ടെ, എല്ലാവരിൽ നിന്നും ഒരു മുസ്ലിമിന് ഒരു മുസ്ലിം അവരൊക്കെ എപ്പോഴാണോ തൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്, അപ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്ന് മാത്രമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ. 3 പ്രാവശ്യം പറയാ, വല്ലാഹി ലാ യുഅ്മിൻ, ഒരാളും മുഅ്മിനാകുകയില്ല. വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ഖീല യാ റസൂലല്ലാഹ് വമൻ, അപ്പോൾ ചോദിച്ചു, ആരാണ് നബിയെ ഇങ്ങനെ മുഅ്മിനാകില്ല എന്ന് അങ്ങ് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ആളാരാ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇകഹു. ഒരു മനുഷ്യൻ മുഅ്മിനാകൂല. ആരാണ്? അവൻ്റെ കൂടെയുള്ളവർ അവൻ്റെ അക്രമത്തിൽ നിന്ന് അവനിൽ നിന്ന് നിർഭയമാകുന്നില്ലെങ്കിൽ. ഞാനൊരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. വഴിയരികിൽ ബസ് കാത്തിക്കുന്നവരുണ്ട്, ഞാൻ വണ്ടി ഓടിക്കുകയാണ്, ബസ് കാത്തിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളുണ്ട്, ഇങ്ങനെ പലരും ഉണ്ട്, വൃദ്ധന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, ളുഅഫാക്കളായിട്ടുള്ള ബലഹീനരുണ്ട്. ഇവരൊക്കെ എൻ്റെ വാഹനത്തിൻ്റെ ഓട്ടം കണ്ട് പേടിച്ചു പോകുന്നുണ്ടെങ്കിൽ ഞാനൊരു മുഅ്മിനല്ല. എൻ്റെ അയൽവാസിക്ക് എന്നോട് ഒരു അല്പമെങ്കിലും ഭയമുണ്ടെങ്കിൽ ഞാനൊരു മുഅ്മിനല്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് എന്നോട് ഒരല്പം ഭയമുണ്ട്, എന്നോട് ഇടപഴകാനുള്ളൊരു പ്രയാസമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും പാര പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനൊരു മുഅ്മിനല്ല. അതുകൊണ്ട് ഒരു മുഅ്മിൻ്റെ സ്വഭാവം എന്താ? മിൻ ലിസാനിഹി എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അവൻ്റെ നാവിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞല്ലോ. ഇന്നത്തെ കാലത്ത് ആരും കൈ കൊണ്ടൊന്നും ആക്രമിക്കാറില്ല, പക്ഷേ നാവ് കൊണ്ട് ആക്രമിക്കാത്തവർ വളരെ കുറവാണ്. നാവ് കൊണ്ട് അക്രമം ഏറ്റുവാങ്ങാത്തവരും കുറവാണ്. പാര വെക്കുക എന്നാണ് നമ്മൾ പറയുക. പണ്ടതിന് വേറെ പ്രയോഗങ്ങളായിരുന്നു, ഇന്ന് പാര വെക്കുക എന്നാ പറയുക. അല്ലെങ്കിൽ പലജാതി പ്രയോഗങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പരിഹസിക്കുകയാണ്, അതിന് എന്തൊക്കെയോ പ്രയോഗങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഒഴിവാക്കുന്ന ആളാണ് ഒരു മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് മുസ്ലിമിന് മാത്രം ബാധകമുള്ളൊരു വിഷയമല്ല. എൻ്റെ അടുത്തിരിക്കുന്നത് മുസ്ലിമാണെങ്കിൽ അവനെ ഞാൻ പരിഗണിക്കണം, അമുസ്ലിമാണെങ്കിൽ അവനെ അങ്ങനെ പരിഗണിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല എന്നല്ല, അങ്ങനെ ഒരു വകതിരിവ് തന്നെ ഒരിക്കലും അനുവദിച്ചിട്ടില്ല നമ്മുടെ മതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്രമാത്രം അയൽവാസികളെ ബഹുമാനിക്കുന്ന, അവൻ മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും അയൽവാസികളെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ് അവസാനം സ്വഹാബിയായിട്ടുള്ള അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരിക്കൽ ഒരു മാംസം തയ്യാറാക്കി, ഒരു ആടിനറുത്ത് മാംസം തയ്യാറാക്കി. അപ്പോൾ എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു, അയൽവാസിയായ ജൂതനുണ്ട് അവിടെ, ആ ജൂതനും കൂടി ആ മാംസം കൊടുക്കണം.
അപ്പം ഞാൻ ചോദിച്ചു, അദ്ദേഹം ജൂതനല്ലേ, എന്തിനാപ്പോൾ ഈ മാംസമൊക്കെ കൊടുക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ ആ ഉപ്പ മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അയൽവാസികളെ ബഹുമാനിക്കേണ്ടതിനെക്കുറിച്ചും അവരെ ആദരിക്കേണ്ടതിനെക്കുറിച്ചും പറഞ്ഞ് നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. മാസാല ജിബ്രീൽ യൂസീനി ബിൽ ജാരി ഹത്താ ലനന്തു അന്നഹു സയുവരിസു. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ജാറുകൾ അയൽവാസികളെ പരിഗണിക്കണം എന്ന് എന്നോട് പറഞ്ഞ് എത്രമാത്രം ഇർസ് അനന്തര സ്വത്ത്, എൻ്റെ അനന്തര സ്വത്തെങ്ങാനും അയൽവാസികൾക്ക് കൊടുക്കണം എന്നെങ്ങാനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമോ എന്ന് വരെ ഞാൻ പേടിച്ചു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തങ്ങളോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഫുലാനത തസൂമുൻ നഹാറ വ തഖൂമുൽ ലൈല വഹിയ സയ്യിഅത്തുൽ ഖുലുഖി തുഅദി ജീറാനഹാ ബിലിസാനിഹാ. ഒരു സ്ത്രീ ഉണ്ട് ഞങ്ങളെ നാട്ടിൽ. എന്താ സ്ത്രീയുടെ പ്രത്യേകത? എല്ലാ ദിവസവും നോമ്പ് വെൽക്കും, 5 വക്ത് നിസ്കരിക്കും എന്നല്ല, സുന്നത്ത് നിസ്കാരമൊക്കെ നിസ്കരിക്കും. വളരെ സ്വാലിഹത്തായ പെണ്ണാണ്. ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താ പെണ്ണിന്റെ പ്രശ്നം? വഹിയ തുഅദി ജീറാനഹാ ബിലിസാനിഹാ. നാവ് കൊണ്ട്, കൈകൊണ്ടൊന്നുമല്ല, നാവ് കൊണ്ട് അയൽവാസികളെ ബുദ്ധിമുട്ടിക്കും. അയൽവാസികളെ ഈബത്ത് പറയും, നമീമത്ത് പറയും, ഇങ്ങനെ പലതും പറയുന്ന ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞതെന്താ? ലാ ഖൈറ ഫീഹാ. ആ പെണ്ണിലൊരു ഖൈറുമില്ല എന്നല്ല, യ മിൻ അഹ്ലിന്നാർ. ആ പെണ്ണ് നരകാവകാശിയാണ്. അപ്പൊ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവർ അവര് നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ ശരീഅത്ത് ഇവിടെ എന്തിനാ വന്നത്? ഇപ്പം എല്ലാത്തിനും ഒരു ലക്ഷ്യം ഉണ്ടാവും. ഇവിടെ ഒരു നിയമം വരുന്നുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട്. പുതിയൊരു നിയമം വരുമ്പോൾ പാർലമെന്റോ നിയമസഭയോ ഒരു നിയമം പാസ്സാക്കുന്നുണ്ടെങ്കിൽ അതൊരു ലക്ഷ്യത്തിനോട് കൂടിയാണ് പാസ്സാക്കുന്നത്. പുതിയ ആക്ട് വരുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, പുതിയ നിയമം വരുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. എല്ലാത്തിൻ്റെ പിന്നിലും ഒരു ലക്ഷ്യമുണ്ട്. എങ്കിൽ ശരീഅത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ശരീഅത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതെന്താ? മനുഷ്യരെ സംരക്ഷിക്കുക എന്നുള്ളതാ. മനുഷ്യരെ എല്ലാ നിലക്കും സംരക്ഷിക്കുക. മുസ്ലിമിനെ സംരക്ഷിക്കുക എന്നല്ല, മനുഷ്യരെ എല്ലാ നിലക്കും സംരക്ഷിക്കുക. അതിന് ശരീഅത്ത് പറഞ്ഞത് ചെറിയൊരു വാക്കാണ്. ഹിഫ്ലുൻ നഫ്സി വഹിഫ്ലുൽ മാലി വഹിഫ്ലുൽ ഇർളി വഹിഫ്ലുൻ നസ്ൽ വഹിഫ്ലുൽ അഖൽ. ഒരു മനുഷ്യൻ്റെ ബുദ്ധി സംരക്ഷിക്കണം, അവൻ്റെ മതം സംരക്ഷിക്കണം, അവൻ്റെ സ്വന്തം ശരീരം, ജീവൻ സംരക്ഷിക്കണം, അവൻ്റെ സ്വത്തും അവൻ്റെ സന്താനങ്ങളും അവൻ്റെ അഭിമാനവും സംരക്ഷിക്കണം. ഒരു മുസ്ലിം ഇവിടെ ജീവിക്കുന്നത് ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നത് എന്തിനാ? നമ്മൾ ഈ 5-6 കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ശരീഅത്ത് ഇവിടെ വന്നത് തന്നെ അതിനാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിൻ്റെ ജീവൻ നമ്മൾ എടുക്കാൻ പാടില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ഈ ശരീഅത്ത് അത് എടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം ബുദ്ധി നഷ്ടപ്പെടുത്താൻ പാടില്ല. മറ്റൊരാളുടെ ബുദ്ധി നഷ്ടപ്പെടുത്താവുന്ന രീതിയിൽ കള്ളു കൊടുക്കാനോ മദ്യം കൊടുക്കാനോ വിൽക്കാനോ ഒന്നും പാടില്ല, നമുക്കറിയാം. ഇതുപോലെ അഭിമാനം സംരക്ഷിക്കണം എന്ന് ശരീഅത്ത് നമ്മളോട് പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ്റെ അഭിമാനം വളരെ പവിത്രമാണ്. ഈ ലോകത്ത് അഭിമാനം, ഇപ്പം ഡിഫേമേഷൻ എന്ന് പറയുന്ന മാനനഷ്ട കേസ് എന്ന് പറയുന്ന ഒരു കേസ് ലോകത്ത് ഈ അടുത്ത നിലവിൽ വന്നത്. ഒരു 50 വർഷം പോലും അതിന് പ്രായമല്ല. ഡിഫേമേഷൻ, ഒരു മനുഷ്യന് അഭിമാനമുണ്ട്, അങ്ങനെ അഭിമാനം പിച്ച് ചെയ്തിയാൽ കേസെടുക്കാം എന്നുപോലും വിശ്വസിക്കാത്ത ജനങ്ങൾ ലോകത്ത് ഇഷ്ടം പോലെ രാഷ്ട്രങ്ങളിലുണ്ട്. എങ്കിലും ചില രാഷ്ട്രങ്ങളിലൊക്കെ മാനനഷ്ട കേസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ വന്നത്? ഈ അടുത്ത് മാത്രം. ഒരു 50 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. എങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ശരീഅത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ അതിന് 6 ലക്ഷ്യങ്ങളാണ്. അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. എന്തെല്ലാം സംരക്ഷിക്കേണ്ടത്? 6 കാര്യങ്ങൾ. 6 കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞത് അഭിമാനമാണ്. എൻ്റെ അഭിമാനം എൻ്റെ ജീവൻ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനം ജീവൻ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഓരോ കാര്യങ്ങളും പറഞ്ഞത്. നമീമത്ത് പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, ഏഷണിയും പരിദൂഷണം പറയാൻ പാടില്ല, അസൂയ വെക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. എന്തിനാണ്?
മറ്റൊരാളുടെ അഭിമാനം നഷ്ടപ്പെടുത്തലാണ്. അത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് പോലെ പവിത്രമാണ്, ഒരാളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് പോലെ പവിത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് അത് ഇവിടെ മുസ്ലിമിൻ്റെ അഭിമാനം മാത്രമേ ഇവിടെ പവിത്രമുള്ളൂ, ഒരു അമുസ്ലിമിൻ്റെ അഭിമാനത്തിന് ഒരു പ്രസക്തിയുമില്ല എന്ന് പരിശുദ്ധ ശരീഅത്ത് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഒരു മുസ്ലിമിന് ഗീബത്ത് പറയൽ ഹറാമായതുപോലെ ഒരു അമുസ്ലിമിന് ഗീബത്ത് പറയലും ഹറാമാണ്. ഒരു മുസ്ലിമിന് സോഷ്യൽ മീഡിയയിൽ ഒലുമ്പുന്നത് പോലെ ഒരു അമുസ്ലിമിനെയും സോഷ്യൽ മീഡിയയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ എഴുതിയിടലോ, വോയിസ് ഇടലോ, കമൻ്റ് ഇടലോ, ലൈക്ക് ചെയ്യലോ, ഷെയർ ചെയ്യലോ ഹറാമാണ്. അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇത് ഈ രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ലോകത്ത് ഏത് രാഷ്ട്രത്തിലാണെങ്കിലും മദീന മുനവ്വറയിലെ നിയമമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എങ്കിൽ മറ്റുള്ള സ്ഥലത്തേന് പറയാനില്ലല്ലോ. അതുകൊണ്ട് ഒരു മുഅ്മിനും ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും, അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരിക്കാം, അദ്ദേഹം മറ്റു പലതും ചെയ്ത ആളായിരിക്കാം, അദ്ദേഹം ഒരു തെറ്റുകാരനായിരിക്കാം, ഒരു കുറ്റവാളിയായിരിക്കാം, ലോകത്തെ ഏതെങ്കിലും ഒരു കുറ്റവാളിയെ പരിഹസിക്കണമെന്ന് നമ്മുടെ മതം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടോ? ലോകത്തെ ഏതെങ്കിലും ഒരു കുറ്റവാളിയെ അപഹസിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരു കുറ്റവാളിയുടെ കുറ്റം സമൂഹത്തിൽ പ്രദർശിപ്പിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂ. പരിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ ജുസ് തുടങ്ങുന്നത് എങ്ങനെ? ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂ. അള്ളാഹു ഒരിക്കലും ഒരാളുടെ തെറ്റും പരസ്യമാക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊരു തെറ്റ് ചെയ്താൽ ഞാനത് പുറത്തുപോയി പറയാൻ പാടില്ല, ഞാൻ ഇന്നാലിന് തെറ്റ് ചെയ്തു, ഇന്ന് അതിന് ഒരു മടിയുമില്ല, ഒരു ഹയാവുമില്ല. എങ്കിൽ വേറൊരാൾ ചെയ്ത തെറ്റോ അതും പുറത്ത് പറയാൻ പാടില്ല. പുറത്ത് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരാളെ കൊല്ലുന്നതാണ് കണ്ടത്, സാക്ഷി നിൽക്കണം, അത് പുറത്ത് പറയേണ്ട ആവശ്യമാണ്. അല്ലെങ്കിൽ കളവ് നടത്തിയത് പുറത്ത് പറയേണ്ട ആവശ്യമുണ്ട്. പറയേണ്ട സമയത്ത് കോടതിയിലോ അല്ലെങ്കിൽ പോലീസിന്റെ മുന്നിലോ എവിടെയാണ് പറയേണ്ടത് അവിടെ മാത്രം പറയണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ നിലക്കും എല്ലാ സ്ഥലത്തും വളരെ കൃത്യമായ അച്ചടക്ക ബോധം എന്തുകൊണ്ട് ഈ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകി? അതിനൊറ്റ മറുപടിയുള്ളൂ, ലോകത്തുള്ള 800 കോടി ജനങ്ങളുടെയും അഭിമാനം പവിത്രമാണ്. അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രീയക്കാരനായിരിക്കാം, MLA-യോ MP-യോ പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ജഡ്ജിയോ പോലീസോ വക്കീലോ ആരായിരിക്കാം. അദ്ദേഹം ഒന്നുമല്ലാത്ത ഒരു സാധാരണക്കാരനായിരിക്കാം. ആരാണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഒരു കുറ്റം പറയുന്നുണ്ട്, ആ കുറ്റം പറയുന്നത് ഈ സമൂഹത്തിലെത്തിക്കൽ എൻ്റെ നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ അത് ഞാൻ സമൂഹത്തിലെത്തിക്കണം. അല്ലെങ്കിൽ അത് സമൂഹത്തിലെത്തിക്കുന്നത് ഞാൻ ചെയ്യുന്ന പാതകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്ന് മാത്രമല്ല, നബി തങ്ങൾ പഠിപ്പിച്ചു, ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനം കൊടുക്കണം. അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുനൻസിലന്നാസ മനാസിലഹും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്താ? ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്, ആ സ്ഥാനത്ത് ഓരോരുത്തരെയും ഇരുത്തണം. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. ഞാൻ ലോകത്തുള്ള മനുഷ്യരൊക്കെ ഒരുപോലെയല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഒരേ സ്ഥാനമാണ്, എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അടുത്തൊരു സ്ഥാനമാണ്. പക്ഷെ സമൂഹത്തിൽ വ്യത്യസ്ത സ്ഥാനങ്ങൾ വ്യത്യസ്ത കാരണങ്ങളാൽ ഉണ്ടായിരിക്കാം. ആ സ്ഥാനങ്ങളൊക്കെ ഓരോരുത്തർക്കും നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിർക്കൽ ചക്രവർത്തിക്ക് കത്തെഴുതിയപ്പോൾ എന്താണ് ആ കത്തിലുള്ള വാചകം ഉണ്ടായിരുന്നത്? മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ ഇലാ ഹിർക്കല അലീമി റൂം എന്നായിരുന്നു. റൂമിലെ അധിപനായ, റോമയുടെ അധിപനായ മഹാനായ ചക്രവർത്തിക്ക് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതേണ്ടി വന്നത്? ഒരു മുസ്ലിമിനെ കുറിച്ചാണ് എഴുതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാത്ത ഒരാളെ കുറിച്ചാണ് എഴുതിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? അതാണ് ഇസ്ലാമിൻ്റെ അഭിമാനം സംരക്ഷിക്കാനുള്ള, ഒരു മനുഷ്യനെ അദ്ദേഹം അർഹിക്കുന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ഇസ്ലാം ഈ സമൂഹത്തോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എത്ര വളർന്നാലും എത്ര ഉയർന്നാലും എവിടെ എത്തിയാലും ഒരു മനുഷ്യനെയും കൊച്ചാക്കുക, ചെറുതാക്കുക, അത് മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. നമ്മൾ നമ്മുടെ ഓഫീസിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും അയൽപക്കത്താണെങ്കിലും നമ്മൾ എത്ര ചെറുതാകുന്നുവോ അത്രമാത്രം അല്ലാഹു നമ്മെ ഉയർത്തും. ഇന്ന് നമ്മൾ നിസ്കരിച്ചു,
ളുഹ്ർ നിസ്കരിച്ചു. ളുഹ്ർ നിസ്കരിച്ചതിന് ശേഷം ഒരു ദുആ നമ്മളൊക്കെ സ്വകാര്യമായിട്ട് ദുആയിരുന്നു. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത, അല്ലാഹുവേ നീ കൊടുക്കുന്നവനെ വിലങ്ങാൻ ഒരാൾക്കും കഴിയൂല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ കൊടുക്കണ്ടെന്ന് വിചാരിച്ചാലോ എന്നാൽ വിലങ്ങാനും ആർക്കും കഴിയൂല. അല്ലെങ്കിൽ നീ കൊടുക്കണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ കൊടുക്കാൻ ആർക്കും കഴിയൂല. നീ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ വിലങ്ങാനും ആർക്കും കഴിയൂല. ഇത് 5 വക്ത് നിസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്നുണ്ട്. ഈ ലോകത്തെ 800 കോടി മനുഷ്യന്മാരും എനിക്കൊരു സ്ഥാനം തരണ്ട, എനിക്കൊരു പ്രമോഷൻ തരണ്ട എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഓഫീസിലുള്ളവർ മാത്രമല്ല, ഇന്ത്യൻ്റെ പ്രസിഡന്റ് മുതൽ ഈ ഇങ്ങോട്ട് പഞ്ചായത്ത് മെമ്പർ ഉള്ളവരൊക്കെ ഒപ്പിട്ടു എനിക്ക് പ്രമോഷൻ വേണ്ട. എൻ്റെ റബ്ബെങ്ങാനും വിചാരിച്ചാൽ അതൊരു സെക്കൻഡ് കൊണ്ട് എനിക്ക് കിട്ടും എന്ന് നമ്മൾ 5 വക്ത് നിസ്കാരത്തിന് ശേഷം പറയുന്നുണ്ട്. നേരെ തിരിച്ചും പറയുന്നുണ്ട്, ഇനി എനിക്ക് വേണ്ട. നമ്മൾ എവിടെ പോയിട്ട് അപ്ലിക്കേഷൻ കൊടുത്ത് എങ്ങനെ കിടന്നു പറഞ്ഞാലും ഈ ലോകം മൊത്തം എനിക്ക് സപ്പോർട്ട് ചെയ്താലും എൻ്റെ റബ്ബ് വിചാരിച്ചാൽ അത് എനിക്ക് കിട്ടൂല. ഇത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ നമ്മുടെ ഓഫീസുകളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മൾ ഇടപഴകുന്നിടത്ത് ഒരാളെയും കൊച്ചാക്കി കാണേണ്ടത് ആവശ്യം നമുക്കില്ല. ഒരാളെയും ചെറുതാക്കേണ്ട ആവശ്യമില്ല. ആരെയും മോശപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അത്തവാലു ലാ യസീദുൽ അബ്ദ ഇല്ലാ റിഫ്അ. ഒരാള് സ്വയം ചെറുതാകുകയാണ്. സ്വയം ചെറുതാകുകയാണ് പറഞ്ഞാൽ സ്വയം നിന്ദ്യനാകുകയാണ് എന്നല്ല. ഞാനിപ്പോൾ ഒരാളെ കണ്ട് എണീറ്റ് നിന്നാൽ അത് നിന്ദ്യനാകുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ചെറുതാകുന്നു എന്നുള്ള, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തെ ബഹുമാനിക്കുമ്പോൾ ഞാൻ കുറച്ച് ചെറുതാവണം. ഞാൻ വലിയ ആളായിക്കാണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കാൻ ഒരു പക്ഷേ എന്നെ കൊണ്ട് കഴിയൂല. ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ ചെറുതാകുന്നു, നിന്ദ്യനാകുന്നില്ല, ചെറുതാകുന്നു എന്നുണ്ടെങ്കിൽ ലാ യസീദുൽ അബ്ദ ഇല്ലാ റിഫ്അ, അതൊരു അടിമക്ക് ഉയർച്ചയല്ലാതെ മറ്റൊന്നും സമ്മാനിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഫതവാലഉ, നിങ്ങളെപ്പോഴും ചെറുതായി ജീവിക്കാൻ ശ്രമിക്കണം. എല്ലായിടത്തും വലുതായി വലിയ വർത്തമാനം പറഞ്ഞ് എല്ലാവരെയും കൊച്ചാക്കി ഞാൻ മാത്രമാണ് വലുത് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങൾ പോവരുത്. അങ്ങനെ പോയിട്ടില്ലെങ്കിൽ എന്താ, യർഫഅകുമുല്ലാഹ്, നിങ്ങൾ ചെറുതാകാൻ ശ്രമിച്ചാൽ അള്ളാഹു നിങ്ങളെ വളർത്തും, നിങ്ങളെ വലുതാക്കും. അതുകൊണ്ട് ഒരു ഒറ്റമൂലിയാണ്, നമുക്ക് വലുതാവണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചെറുതായാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇതുപോലെ പറയുന്നത് എന്താ, വൽ അഫു ലാ യസീദുൽ അബ്ദ ഇല്ലാ ഇസ്സ. ഒരാൾ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വെക്കുക, അങ്ങനെ ഉണ്ടാവും. തെറ്റ് ചെയ്ത ഒരു ജീവിതത്തിൽ ഇതുവരെ ഒരാളോടും തെറ്റേറ്റു വാങ്ങാത്ത, ഇതുവരെ ഒരു അക്രമവും നാവ് കൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരു അക്രമവും ഏറ്റുവാങ്ങാത്ത ഒരാളും ഇന്ന് ലോകത്തുണ്ടാവില്ല എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എങ്കിൽ ഒരു മുഅ്മിൻ്റെ സ്വഭാവം എന്തായിരിക്കണം? ഒരു മുഅ്മിൻ അതിനൊക്കെ പുറത്തു കൊടുക്കുന്ന ആളായിരിക്കണം. ഒരാളോട് ദേഷ്യമില്ല. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു മുഅ്മിൻ ചിന്തിക്കേണ്ടത് എന്താ, ഇന്നിപ്പോൾ ആരെങ്കിലും എന്നോട് ആക്രമിച്ചോ എങ്കിൽ ആർക്കെങ്കിലും ഞാൻ പുറത്തു കൊടുക്കാൻ ബാക്കിയുണ്ടോ എന്നാ ഒരു മുഅ്മിൻ ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ, വൽ അഫു ലാ യസീദുൽ അബ്ദ ഇല്ലാ ഇസ്സ. ആർക്കെങ്കിലും പുറത്തു കൊടുത്താൽ ഓപ്പ രക്ഷപ്പെട്ടു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നല്ല മനസ്സിലാക്കേണ്ടത്. മറിച്ചെന്താ മനസ്സിലാക്കേണ്ടത്, നമുക്കതനുസരിച്ച് അള്ളാഹു ഇങ്ങനെ ഇസ്സത്ത്, അഭിമാനം തന്നുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ചെറുതാവൂലൊരിക്കലും. നമ്മൾ അഭിമാനിതരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക വേണ്ടി. അതുകൊണ്ടാണ് പരിശുദ്ധ ശരീഅത്ത് ഖിസാസിന് വരെ പുറത്തു കൊടുക്കുക എന്നുള്ളൊരു നിയമം നമുക്ക് വെച്ചത് എന്നൊക്കെ നമുക്കറിയാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ, ഫഅഫു യുഅസ്സുകുമുല്ലാഹ്, നിങ്ങൾ അതുകൊണ്ട് എല്ലാവർക്കും പുറത്തു കൊടുക്കുക. ആരോടും മനസ്സിൽ വിദ്വേഷം സൂക്ഷിക്കരുത്, എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇസ്സത്തിലാക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസ്സദഖതു ലാ തസീദുൽ മാല ഇല്ലാ കസ്റ. ഒരാൾ സ്വതക്ക കൊടുത്തിട്ടില്ല, അയാൾക്ക് മാല് സമ്പത്ത് വർദ്ധിക്കല്ലാതെ ഒരിക്കലും കുറയൂല. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കൊരു കാര്യം പരീക്ഷിച്ച് നോക്കാം. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, അല്ലെങ്കിൽ 1 രൂപയുള്ളൂ, വേറൊരു പൈസയില്ല, 2 രൂപ അല്ല, 1 രൂപ ഉണ്ട് എന്ന് വെക്കുക. ഈ പൈസ ഇപ്പം എങ്ങനെ കൊടുക്കാനാ എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ പൈസ ഒരു ആവശ്യമുള്ള ഒരു മനുഷ്യൻ, ആവശ്യമുണ്ട് എന്ന് ഉറപ്പായാൽ അദ്ദേഹത്തിനൊന്ന് കൊടുത്തു നോക്കി, തീർച്ചയായിട്ടും നമുക്കതിൻ്റെ എത്രയോ ഇരട്ടി അള്ളാഹു മറ്റു വഴികളിലൂടെ തരും. ഇതാണ് പ്രപഞ്ചത്തിന് അള്ളാഹു സംവിധാനിച്ച ഒരു സംവിധാനം തന്നെ.
അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വസ്സദഖതു ലാ തസീദുൽ മാല ഇല്ലാ കസ്റ. ഒരാൾ സ്വതക്ക കൊടുത്താൽ അയാൾക്ക് വർധനവ് എന്നല്ലാതെ സ്വതക്ക കൊടുത്തിട്ട് പാപ്പരായ ഒരാളും ഇവിടെ ഇല്ല. എന്നാൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ ഏത് മുതലാളിമാരും നിങ്ങൾ കണ്ടുനോക്കി, അവർ 10 കൊല്ലം മുമ്പ് വലിയ മുതലാളിയായിരിക്കും, 20 കൊല്ലം മുമ്പ് വലിയ മുതലാളിയായിരിക്കും, 2 കൊല്ലം മുമ്പ് വലിയ മുതലാളിയായിരിക്കും, പക്ഷെ ഇപ്പൊ പാപ്പരായിരിക്കും. ഏത് മുതലാളിയും പൊട്ടുന്നത് സ്വതക്ക കൊടുത്തിട്ടോ സക്കാത്ത് കൊടുത്തിട്ടോ പാവങ്ങളെ പരിഗണിച്ചിട്ടോ അല്ല, ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. 1000 കോടി കിട്ടി, അല്ലെങ്കിൽ 100 കോടി കിട്ടി, അല്ലെങ്കിൽ 1 കോടി കിട്ടി, അല്ലെങ്കിൽ 10 ലക്ഷം കിട്ടി, ആ പൈസയും അതിൻ്റെ അപ്പുറമൊക്കെ പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അത് അപ്പടി പൊട്ടിപ്പോകും, അതോടുകൂടി എല്ലാം പൊട്ടിപ്പോകും. ഇതാണ് ലോകത്തുള്ള ഒട്ടുമിക്ക മുതലാളിമാർക്കും സംഭവിക്കുന്നത്. എത്ര മുതലാളിമാരാണ് ജനിക്കുമ്പോൾ പാവങ്ങളാണ്, പിന്നീട് അവർ മുതലാളിമാരായി, പക്ഷെ മരിക്കുമ്പോൾ വീണ്ടും പാവങ്ങളാവുന്നു. ഇങ്ങനത്തെ മുതലാളിമാരാണ് ലോകത്തും കൂടുതൽ. ജനിക്കുമ്പോഴും മുതലാളിയായി, ജീവിക്കുന്നത് ഫക്കീറായി, മരിക്കുന്നത് ഫക്കീറായി, അങ്ങനെയുള്ള പലരുണ്ട്. ജനിക്കുമ്പോൾ പാവങ്ങളായി, ജീവിച്ചത് മുതലാളിയായി, മരിക്കുമ്പോഴേ മുതലാളിയായി മരിക്കുന്നവർ വളരെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സൂക്ഷിച്ചു വെക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യണം, ഡെപ്പോസിറ്റ് വേണം, എല്ലാം വേണം, അതിനൊന്നും പരിശുദ്ധ ശരീഅത്ത് എതിരല്ല. എങ്കിലും സ്വതക്ക ചെയ്തത് കൊണ്ട് ഒരാളുടെയും സമ്പത്ത് കുറയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫതസദ്ദഖൂ യർഹമുക്കുമുല്ലാഹ്, നിങ്ങൾ നല്ല സ്വതക്ക കൊടുക്കണം, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്തു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇതുപോലെ മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, അഫ്ളലു അഖ്ലാഖി അഹ്ലി ദുനിയ, ഒരാൾ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഏറ്റവും നല്ല സ്വഭാവം എന്താ? അയാളുടെ സ്വഭാവം തസിലമൻ ഖതഅക്, ആരാണോ നമ്മളോട് ഇങ്ങോട്ട് അക്രമം കാണിച്ചത്, ഇങ്ങോട്ട് വെറുപ്പ് കാണിച്ചത്, അദ്ദേഹത്തോട് അങ്ങോട്ട് നല്ലൽക്ക് പെരുമാറുക എന്ന് മാത്രമല്ല, വതുഅതിയമൻ ഹറമക്, ഇങ്ങോട്ട് ഒന്നും തരാത്ത ആളുകളുണ്ടാവും. നമ്മളൊരാവശ്യത്തിന് എന്തെങ്കിലും സമീപിച്ചപ്പോൾ കയ്യിൽ ഉണ്ടായിരിക്കെ തരാൻ മടിച്ച ആളുകളുണ്ടാവും, അവർക്ക് അങ്ങോട്ട് കൊടുക്കുക. വതഅഫു അമ്മൻ ലലമക്, നിന്നോട് ആക്രമിച്ചവർക്ക് നീ മാപ്പ് കൊടുക്കുക. ഞാൻ നീട്ടി സംസാരിക്കല്ല, ഇതാണ് ഒരു മുഅ്മിന്റെ സ്വഭാവം എന്നുള്ളത്. ഒരു മുഅ്മിൻ നോമ്പ് വരുമ്പോൾ നല്ല ഒരുങ്ങണം. ശരീരം കൊണ്ട് നമ്മളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാവും, നനച്ചു കുളിച്ചിട്ടുണ്ടാവും, വീട് നന്നാക്കിയിട്ടുണ്ടാവും, പള്ളി നന്നാക്കിയിട്ടുണ്ടാവും, എല്ലാം നന്നാക്കിയിട്ടുണ്ടാവും. പക്ഷെ മനസ്സുകൊണ്ട് എങ്ങനെ ഒരുങ്ങുക? നോമ്പ് വരുമ്പോൾ ഞാൻ നാളെ നോമ്പ് ഒൽക്കും എന്നുള്ളത് അത് നീയത്താണ്, അത് ഒരുക്കല്ലല്ലോ. ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് ഞാൻ കരുതുന്നതും ഒരുങ്ങുന്നതും രണ്ടാണ്. മനസ്സുകൊണ്ട് ഒരു മുഅ്മിൻ നോമ്പിന് വേണ്ടിയിട്ട് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, മറ്റുള്ളവർക്കൊക്കെ പുറത്തു കൊടുക്കുക. കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ എന്നെ ആരൊക്കെ ആക്രമിച്ചോ, എന്നെ ആരൊക്കെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിച്ചോ, എന്നെ എന്തെല്ലാം ചെയ്തു, എല്ലാം ഞാൻ പുറത്തു കൊടുത്തു എന്ന് നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമ്മളാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ആ മനസ്സ് നമുക്കില്ലേ? നമുക്ക് ഈമാന് അതിനനുസരിച്ച് ഇങ്ങനെ കുറവാണ്. ഒരാൾ അള്ളാഹു ഉയർത്തും, ചിലരൊക്കെ അള്ളാഹു ഇങ്ങനെ ഉയർത്തും പെട്ടെന്ന്. ചിലരെ എത്ര അധ്വാനിച്ചാലും അവർക്കൊരു ഉയർച്ചല്ലാനോ. എന്തുകൊണ്ടാ? അതൊക്കെ അള്ളാഹു ഓരോരുത്തരുടെയും മനസ്സ് നോക്കിയിട്ടാണ് ഉയർത്തുന്നത്. എന്താണായിരിക്കും ഒരാളുടെ മനസ്സിൻ്റെ പ്രത്യേകത? ലോകത്ത് ആരോടും വിദ്വേഷമില്ല, ആരോടും പകയില്ല, ഇങ്ങോട്ട് എത്ര ആക്രമിച്ചവർക്കും അങ്ങോട്ട് എന്തും ചെയ്തു കൊടുക്കാൻ ഒരു മടിയില്ല. എല്ലാം പെട്ടെന്ന് മറക്കുന്നു, പെട്ടെന്ന് സൗഹൃദത്തിലാകുന്നു. അങ്ങനെയുള്ള കുട്ടികളുടെ മനസ്സ് എന്നാണ് നമ്മൾ പറയുക. അങ്ങനെ മനസ്സുള്ളവരെ അള്ളാഹു പെട്ടെന്ന് ഉയർത്തും. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരെ കുറിച്ചൊക്കെ നമ്മൾ ചിലപ്പോൾ കേൾക്കും, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ, നാളെ അവിടെ, മറ്റന്നാളവിടെ. ഇത് നമ്മളൊരു പേരുദോഷമായിട്ടാണ് അവതരിപ്പിക്കുക. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവരുടെ മനസ്സ് നല്ല മനസ്സല്ലേ? ഇത്രയും കാലം എന്നെ കുറ്റം പറഞ്ഞ ആൾക്കാർ എൻ്റെ പാർട്ടിയിലേക്ക് വരുമ്പോൾ എത്ര വളരെ സൗഹൃദത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഇത്രയും കാലം അവിടെ കുറ്റം പറഞ്ഞു നടന്ന് എത്ര സൗഹൃദത്തോടെയാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സമൂഹത്തിൻ്റെ ലീഡർഷിപ്പ് കിട്ടുന്നു, സമൂഹത്തിൽ ലീഡറാകുന്നു, അവർക്ക് ഉയർച്ച ഉണ്ടാകുന്നു. അപ്പം ലോകത്ത് ഉയർച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാഥമിക മാനദണ്ഡം തന്നെ ഒരാളോടും ദേഷ്യമില്ലാതിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കഥ ഞാൻ നിർത്തുകയാണ്. യൂസുഫ് നബിയുടെ കഥ നമുക്കൊക്കെ അറിയാം. സഹോദരങ്ങൾ കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടു. അവിടുന്ന്
ഒരു വ്യാപാരി സംഘം കിണറ്റിക്കെടുക്കുന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ കണ്ട് അവരെടുത്തിട്ട് കൊണ്ടുപോയിട്ട് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. അങ്ങനത്തെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റ ഒരു കുട്ടിക്ക് ലോകത്ത് എന്തായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്? ആ കുട്ടി ഒരു അടിമയായി, കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി, ആ കുട്ടികളും അടിമയായി, അതങ്ങനെ പോവേണ്ടിയിരുന്നു. പക്ഷെ യൂസുഫ് നബിയുടെ മനസ്സ് വളരെ നല്ല മനസ്സായതുകൊണ്ട് അള്ളാഹു യൂസുഫ് നബിയെ ഒരു കൊട്ടാരത്തിലേക്കാണ് എത്തിച്ചത്. ആ കൊട്ടാരത്തിൽ നിന്ന് പിന്നീട് രാജാവായി മാറി. തൻ്റെ സഹോദരങ്ങൾ, കിണറ്റ് കൊണ്ടേട്ട സഹോദരങ്ങൾ, പിടിച്ചിട്ട് കിണറ്റ് കൊണ്ടേട്ട സഹോദരങ്ങൾ, ആ സഹോദരങ്ങൾ പിന്നീട് വന്നപ്പോൾ എന്താ ചെയ്തത്? ലാ തസ്രീബ ലക്കുമുൽ യൗം, ലാ തസ്രീബ അലൈക്കുമുൽ യൗം എന്നാ പറഞ്ഞത്. ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, എല്ലാവർക്കും ഞാൻ പുറത്തു വന്നിരിക്കുന്നു, നമ്മളൊക്കെ ഇന്ന് സുഹൃത്തുക്കളാണ്. ഈ മനസ്സ് നമുക്കുണ്ടോ? നമുക്ക് രാജാവാകാൻ കഴിയും, രാജകുമാരനാവാൻ കഴിയും, ലോകത്തെല്ലായിടത്തും എത്തിപ്പെടാൻ കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മൻ ഉഅ്തിയ ഹല്ലഹു മിനർ റിഫ്ഖി ഫഖദ് ഉഅ്തിയ ഹല്ലഹു മിൻ ഖൈരിദ് ദുനിയ വൽ ആഖിറ. ആർക്കാണ് നല്ല മനസ്സുള്ളത് അവനാണ് ലോകത്തെ ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ ഖൈറുള്ളത്. അതുകൊണ്ട് നല്ല മനസ്സ് നമുക്കുണ്ടാവണം, നല്ല മനസ്സ് നമുക്കുണ്ടാവണം. എങ്കിൽ ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ ഖൈറും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കുണ്ടാവും. ഞാനൊരൊറ്റ കഥ കൂടി പറഞ്ഞ്, ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട വളരെ മഷ്ഹൂറായ താബിഈയാണ്. അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ നല്ല മനസ്സ് എന്നൊക്കെ കണ്ടത് ആരിൽ നിന്നാണ്? ഞാൻ നല്ല മനസ്സ് കണ്ടത് ഖൈസ് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഖൈസ് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നല്ല മനസ്സ് പഠിച്ചത്. അതെങ്ങനെ? അദ്ദേഹത്തിന് ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു. പഴയ കാലമാണ്, 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു. ആ അടിമ പെണ്ണ് ഒരിക്കൽ ഒരു ചീനച്ചട്ടിയെ ഭക്ഷണമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആ ചീനച്ചട്ടി കയ്യിൽ നിന്ന് വീണു. അങ്ങനെ കയ്യിൽ നിന്ന് വീണിട്ട് അത് താഴെ അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ തലൻ്റെ മേലെയാണ് വീണത്. സ്വാഭാവികമായിട്ടും നല്ല വെയിറ്റുള്ള ചീനച്ചട്ടിയാണ്. ആ ചീനച്ചട്ടി ആ കുട്ടിയുടെ മേലേക്ക് വീണപ്പോൾ ആ കുട്ടി മരിച്ചുപോയി. നമ്മളെ വീട്ടിൽ അള്ളാഹു കാക്കട്ടെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മളെ വീട്ടിലേക്ക് ജോലിക്ക് വന്ന, അല്ലെങ്കിൽ നമ്മൾ 24 മണിക്കൂറും പോറ്റി വളർത്തുന്ന ഒരു അടിമപ്പെണ്ണിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവണ്ട. ചെറിയ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ നമുക്ക് മനസ്സുകൊണ്ടൊരു ദേഷ്യം വരും. എന്നാൽ ഖൈസ് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ഉടനെ തന്നെ ആ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ സ്വതന്ത്രയാണ്. കാരണം എന്താ? ഇന്നു മുതൽ നീ സ്വതന്ത്രയാണ്. നിന്നെ സ്വതന്ത്രമാക്കാഞ്ഞാൽ നിന്നോട് എനിക്ക് വല്ല ദേഷ്യവും ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിമിഷത്തിൽ എൻ്റെ കുഞ്ഞിനെ ആലോചിച്ച് വന്നാലോ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് എനിക്കൊരിക്കലും അതിൻ്റെ കൂലി കിട്ടൂല എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ അപ്പം തന്നെ സ്വതന്ത്രയാക്കുകയാണ്. ഇതാണ് മഹാന്മാരുടെ മനസ്സിൻ്റെ കട്ടി എന്നുള്ളത്. അതുകൊണ്ട് ലോകത്ത് നമ്മളോട് പലരും പലതും ചെയ്തിട്ടുണ്ടാവാം, നമ്മളെ പലരും ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം. എല്ലാവരോടും നല്ല മനസ്സ്, റിഫ്ഖുള്ള മനസ്സ്, മാർദ്ദവമുള്ള മനസ്സ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളെക്കുറിച്ച് ഒരു ചരിത്രം കാണാം. തങ്ങൾക്ക് ഇതുപോലെ ഒരു അടിമ പയ്യനുണ്ടായിരുന്നു, ഒരു ചെക്കനുണ്ടായിരുന്നു. അപ്പോൾ അടിമ പയ്യന്മാരുടെ ഒരു സ്വഭാവം, വിളിച്ചാൽ കേൾക്കൂല, വരുന്നിടത്തേക്ക് വരാൻ പറഞ്ഞാൽ കേൾക്കൂല. ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. സ്വാഭാവികമായിട്ടും അലി റളിയല്ലാഹു അൻഹു 3 പ്രാവശ്യം വിളിച്ചു, ആ കുട്ടി വന്നില്ല. കുട്ടി എന്ന് പറയേണ്ട അടിമ വന്നില്ല. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയിട്ട് ചോദിച്ചു, ഞാൻ വിളിച്ചിട്ട് എന്തേ വരാഞ്ഞ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടിമ പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യൂല എന്ന് എനിക്കറിയാം, പിന്നെ ഇപ്പോൾ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചെയ്തെന്താ? ആ അടിമയെ ഉടനങ്ങ് മോചിപ്പിക്കുകയാണ്. പറഞ്ഞ അനുസരിക്കാത്ത ഒരാളാണ്, അവിടെ കാണിച്ചു തരാ എന്ന് പറഞ്ഞ് ഒന്ന് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണം, അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ തിന്നാൻ കൊടുത്തതല്ലേ, പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എന്നൊന്നുമല്ല ചിന്തിച്ചത്. ഇങ്ങനെയാണ് ലോകത്ത് മഹാന്മാർ ജീവിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഈ നാവ് ഒരാളെയും ആക്രമിക്കാത്ത രീതിയിൽ നമ്മളിങ്ങനെ വഴക്കിയെടുക്കണം. നമുക്ക് ലോകത്ത് എന്തും അനുസരിക്കാൻ കഴിയും. ഇന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറയാണ്, എല്ലാവരും ഇന്നു മുതൽ ഇനി ഒരാളെയും അടിക്കരുത്, ഒരാളെയും ചെവി നുള്ളരുത്,
വീട്ടിലെ മക്കളെ പോയിട്ട് ചെവിയൊടിക്കരുത്, അല്ലെങ്കിൽ സ്കൂളിൽ അധ്യാപകനാണെങ്കിൽ വിദ്യാർത്ഥിയെ അടിക്കരുത്. ഇതൊക്കെ വളരെ നിഷ്പ്രയാസം സാധിക്കും. ഇന്നു മുതൽ എല്ലാവരും മാന്യമായി ഡ്രൈവ് ചെയ്യണം. അതൊരു മുസ്ലിമിൻ്റെ സ്വഭാവമാണ്. നമ്മൾ പരമാവധി ശ്രമിക്കും. പക്ഷെ ഇന്നു മുതൽ ഒരാളുടെയും കുറ്റം പറയരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ അങ്ങ് പൊട്ടിപ്പോവും. നമ്മൾ ഇന്ന് ഒരു 10 മിനിറ്റ് ക്ഷമിക്കാൻ പോലും നമുക്കൊരു പക്ഷേ അവസരം കിട്ടിയാൽ കഴിയൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നരകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കടക്കുന്നത് അവരുടെ നാവ് കൊണ്ടാണ്. ഒരു മനുഷ്യന് അള്ളാഹു എന്തെല്ലാം അവയവങ്ങൾ കൊടുത്തു. പഞ്ചേന്ദ്രിയങ്ങൾ 5 എണ്ണം ഉണ്ട്, നമുക്കറിയാം. അതുകൊണ്ടാണ് പഞ്ചേന്ദ്രിയം എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണ്, ഇൻപുട്ട് ഡിവൈസാണ്, ഉള്ളോട്ട് വലിക്കുകയാണ്, പലതും നമ്മൾ കാണുന്നു. തൊലി നമ്മൾ ആഗിരണം ചെയ്യുകയാണ്, ചെവി ആഗിരണം ചെയ്യുകയാണ്, ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസുകളാണ്. പഞ്ചേന്ദ്രിയങ്ങൾ 4 ഇൻപുട്ടുകളാണ്. എന്നാൽ നാവ് മാത്രം അത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് കൊടുക്കുന്നത് ഒന്ന് വേസ്റ്റ് നമ്മൾ പുറന്തള്ളുന്നുണ്ട്, പിന്നെ നാവിലൂടെയാണ്. വേറെ ഒന്നുകൊണ്ടും നമ്മൾ വിയർപ്പുണ്ട്, മറ്റു വേസ്റ്റുകളുണ്ട്, ഇതൊക്കെ വേസ്റ്റുകളാണ്, ഇതൊക്കെ നമുക്കറിയാം, അതൊക്കെ ഔട്ട്പുട്ടാണ്. ഇതുപോലെ പുറത്തു കൊടുക്കുന്ന ഒരൊറ്റ സാധനമാണ് നാവിലൂടെ വരുന്ന ഈ സാധനം എന്ന് പറയുന്നത്. എല്ലാം ഉള്ളിലേക്ക് വലിച്ച് ഒന്നിലൂടെ മാത്രം പുറത്തേക്ക് കൊടുക്കാൻ എന്താ പറഞ്ഞത്? ഒരു മനുഷ്യന്റെ സ്വഭാവം അതായിരിക്കണം, കൂടുതൽ കേൾക്കുന്ന ആളായിരിക്കണം. ലോകത്തുള്ള ലീഡേഴ്സിനെ മൊത്തം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമുക്കൊക്കെ വ്യത്യസ്ത ലീഡേഴ്സ് ഉണ്ടാവും. രാഷ്ട്രീയക്കാരുണ്ടാവാം, മതരംഗത്തുണ്ടാവാം, സാംസ്കാരിക രംഗത്തുണ്ടാകാം. ലീഡർഷിപ്പിൽ തിളങ്ങിയ ആളുകൾ, പാത്തും പതുങ്ങിയും അപ്പുറത്തു കൂടെ ഇപ്പുറത്തു കൂടെയും ലീഡർഷിപ്പിലേക്ക് വന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ലീഡർഷിപ്പിൽ തിളങ്ങിയ ആളുകൾ, അവർ ഏത് മതമാവട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, എന്തോ ആവട്ടെ, അവരെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ പറയുന്നത് കേൾക്കും. മറ്റൊരാൾ പറയുമ്പോൾ ഉടനെ പറയാനല്ല ശ്രമിക്കുക, കേൾക്കാനാ ശ്രമിക്കുക. കൂടുതൽ കേൾക്കുന്നവരാണ് യഥാർത്ഥ ലീഡേഴ്സ് എന്ന് നമുക്ക് ഇന്നത്തെ ലോകത്ത് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഒരു മുഅ്മിന്റെ സ്വഭാവം അതാണ്. ഒരു മുഅ്മിൻ എപ്പോഴാണ് ബുദ്ധിയുണ്ട് എന്ന് പറയുക? ഇദാ റഅയ്തുമുൽ മുഅ്മിന സ്വമൂതൻ ഫദ്നൂ മിൻഹു ഫഇന്നഹു യുലഖിനുൽ ഹിക്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തുമുൽ മുഅ്മിന, ഒരു മുഅ്മിനെ നീ കണ്ടു, സ്വമൂതൻ, വളരെ കുറച്ചേ സംസാരിക്കൂ. കടകടകട എന്ന് പറഞ്ഞ് എപ്പോഴും സംസാരിക്കുന്ന ഒരാളല്ല, വളരെ കുറച്ചേ സംസാരിക്കുന്നു എന്ന ഒരു മുഅ്മിനെ നീ കണ്ടാൽ ഫദ്നൂ മിൻഹു, ആ മുഅ്മിനോട് നീ അടുത്തോ. ഫഇന്നഹു യുലഖിനുൽ ഹിക്മ, അവന് പറയുന്നതൊക്കെ വളരെ ഇന്റലക്ച്വൽ കാര്യങ്ങളായിരിക്കും, ബുദ്ധിപരമായ കാര്യങ്ങളായിരിക്കും. ബുദ്ധിയില്ലാത്തവന് പറയുമ്പോൾ ആഗിരണം ചെയ്യാനുള്ള അവസരങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അങ്ങനെ പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലേക്ക് വലിക്കാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലേക്ക് വലിച്ച് എപ്പോഴെങ്കിലും അവൻ ആവശ്യമുണ്ടാകുമ്പോൾ മാത്രം സംസാരിക്കുന്ന അയാൾ സംസാരിക്കുമ്പോൾ ബുദ്ധിപരമായിട്ടായിരിക്കും സംസാരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇത് ലോകത്തിൻ്റെ ക്രമമാണ്. നമ്മൾ ആരെടുത്തു നോക്കിയാലോ മനസ്സിലാവും. ജന്തുക്കളിൽ വരെ എങ്ങനെയാണെന്നാണ് പറയുന്നത്. കാക്കപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കും, ഒരാൾക്കും അതിനോട് വിലല്ല. സിംഹം എപ്പോഴെങ്കിലും ഒന്ന് ഒച്ച ഉണ്ടാക്കൂ, എല്ലാവർക്കും അതിനോട് വിലയുണ്ട്. വിലയുള്ള മൃഗങ്ങൾ, അത് മൃഗശാലയിലാണെങ്കിലും കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മളൊരു മൃഗത്തിന് വില കൊടുക്കുന്നുണ്ട് എന്ന് വെക്കുക. തെരുവുപട്ടികൾ ഒച്ച ഉണ്ടാക്കാത്ത സമയം വളരെ കുറവല്ലേ? ആർക്കെങ്കിലും വില ഉണ്ടോ? എന്താ നമ്മളെ വീട്ടിൽ വളർത്തുന്ന നല്ലൊരു നായയാണെങ്കിലോ ആവശ്യമുണ്ടെങ്കിലേ അത് ഒച്ചുണ്ടാക്കൂ. ഇത് ലോകത്തിൻ്റെ ക്രമമാണ്. മൃഗങ്ങൾക്കിടയിൽ പോലും ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മനുഷ്യർക്കിടയിൽ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ആരോടും ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നുള്ളൊരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ചുറ്റുവട്ടത്തൊക്കെ വ്യത്യസ്ത ജാതി ആളുകളുണ്ട്, വ്യത്യസ്ത മതങ്ങളുണ്ട്. എല്ലാവരോടും അയഞ്ഞ് സക്കാത്ത് അത് മുസ്ലിങ്ങൾക്കേ കൊടുക്കാൻ പറ്റൂ, ഉളുഹിയ്യത്ത് മുസ്ലിങ്ങൾക്കേ കൊടുക്കാൻ പറ്റൂ, അതൊക്കെ ഇബാദത്താണ്, അതുകൊണ്ട് അത് അവർക്കേ കൊടുക്കാൻ പറ്റൂ. എന്നാൽ സ്വതക്ക എല്ലാവർക്കും കൊടുക്കണം. അത് മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് നോക്കിയിട്ടല്ല, എത്രമാത്രം. ഇന്നത്തെ കാലത്ത് ഉംറ ബിസിനസ്സുകൾ ഇങ്ങനെ കൊഴുത്ത് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പലർക്കും പ്രശ്നമാണ്. ഞാൻ എൻ്റെ 2ാമത്തെ ഉംറ എന്ന് പറഞ്ഞാൽ സുന്നത്തായ ഉംറയാണ്.
ആ രണ്ടാമത്തെ ഉംറക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോൾ, പൈസക്ക് ഇങ്ങനെ ഒരുക്കൂട്ടി ഇരിക്കുമ്പോഴാണ് എൻ്റെ അയൽവാസിയായ ഒരു അമുസ്ലിം വന്നിട്ട് എന്നോട് പറയുന്നത്, ഡയാലിസിസിന് പൈസ ഇല്ല, അല്ലെങ്കിൽ ഇന്നാലിന ചികിത്സക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പൈസ ഇല്ല പറഞ്ഞാൽ ഞാനപ്പം മദീനത്ത് പോകലല്ല ഞാൻ വേണ്ടിയത്. പരിശുദ്ധ ശരീഅത്ത് എന്നോട് കൽപ്പിക്കുന്നത് എന്താ? വേണമെങ്കിൽ കൊടുത്തോന്നല്ല, എന്നോട് കൽപ്പിക്കുന്നത് എന്താ? ഈ അമുസ്ലിമിനെ സഹായിക്കണം എന്ന, അല്ലാതെ മദീനത്ത് പോകണം, ഉംറ ചെയ്യണം, മക്കത്ത് പോകണം എന്നല്ല പഠിക്കുന്നത്. ഇത് പഠിപ്പിച്ച ശരീഅത്താണ് നമ്മളെ ശരീഅത്ത്. എൻ്റെ നാട്ടിൽ ഞാൻ മാത്രമേ പണക്കാരനുള്ളൂ എന്നുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പുവരുത്തൽ എനിക്ക് നിർബന്ധമാണ്. ഒരു മുതലാളിക്ക് നിർബന്ധം സക്കാത്ത് മാത്രമല്ല. സക്കാത്ത് പറഞ്ഞാൽ കുറഞ്ഞ സാധനങ്ങളിലേ ഉള്ളൂ, എല്ലാ സാധനങ്ങളിലൊന്നും സക്കാത്തില്ലല്ലോ. മുതൽ പറഞ്ഞാൽ അതല്ലാത്ത രീതിയിലൊക്കെ വരും. 1000 ഏക്കർ സ്വന്തമായിട്ടുള്ള ഒരു മുതലാളിക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അയാൾക്ക് ക്യാഷില്ല, സ്വർണ്ണമില്ല, കൃഷിയില്ല, പിന്നെ കച്ചവടവുമില്ല. 1000 ഏക്കറേ ഉള്ളൂ. പക്ഷെ അയാൾ മുതലാളിയാണ്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ആ നാട്ടിൽ പാവങ്ങൾ ഇന്നത്തെ നേരത്ത് ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്, ചികിത്സയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, ആ മനുഷ്യനെ സഹായിക്കൽ ഈ മുതലാളിയുടെ മേലിൽ ഫർള് ഐനാണ്. ഇനി വേറെ മുതലാളിമാരുണ്ട് എന്ന് വെക്കുക, ഫർള് കിഫായാണ്. ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും രക്ഷപ്പെടും. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയത് ചെയ്തു കൊടുക്കുക, വേണ്ട നിലക്ക് എല്ലാവരെയും ട്രീറ്റ് ചെയ്യുക. ഒരാളെ ബഹുമാനിച്ചത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടൂല എന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും അവരവരുടെ ഖദർ അനുസരിച്ച് ബഹുമാനിക്കുക, ആദരിക്കുക, മുസ്ലിമിനെയും അമുസ്ലിമിനെയും പരിഗണിക്കുക, എല്ലാവർക്കും ഒരുപോലെ ചെയ്യുക. ഇതുകൊണ്ടാണ് ഈ ദീൻ ഇവിടെ വളർന്നത് എന്നും മനസ്സിലാക്കുക. 1 വർഷം കഴിഞ്ഞപ്പോൾ നിമിഷപ്രിയ കേസ് നമുക്കൊക്കെ അറിയാം. നമ്മളെത്ര ഇസ്ലാമിൻ്റെ മഹത്വം പ്രസംഗിച്ച് നടന്നാലും ആ ഒരു കേസിൽ ഉസ്താദ് ഒരു സ്ത്രീയെ സഹായിച്ചത് ഈ ദീനിന് എത്ര വലിയ ഇസ്സത്തുണ്ടാക്കി. ഇതാണ് ദീനിൻ്റെ സ്വഭാവം. അതുകൊണ്ട് അയൽവാസികൾ, കൂടെ ജോലി ചെയ്യുന്നവരാരാണെങ്കിലും, അവരേത് മതക്കാരാവട്ടെ, അവരെ നമ്മൾ എത്ര സ്നേഹിക്കുന്നുവോ, അവർക്ക് ചെയ്തു കൊടുക്കുന്നുവോ, അത്രമാത്രം നമുക്കും നമ്മുടെ ദീനിനും ഇസ്സത്തുണ്ടാവും. ഈ മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ കൂടിയത്? ഇവിടെ ഒരുപാട് പ്രബോധകന്മാർ മൈക്കെട്ടി പ്രസംഗിച്ച് മുസ്ലിങ്ങൾ കൂടിയതാ? അങ്ങനല്ല. മമ്പുറം തങ്ങളെപ്പോലെ, ഉമർ ഖാളി റളിയല്ലാഹുവിനെ പോലത്തെ ആളുകളൊക്കെ ജനങ്ങൾ ആര് മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നൊന്നും പരിഗണിക്കാതെ എല്ലാവർക്കും വേണ്ടിയതാണ് ചെയ്തു കൊടുത്തപ്പോൾ ആളുകളൊക്കെ മമ്പുറം തങ്ങളെ കൂടെ കൂടി, മഹാന്മാരൊപ്പം കൂടി. ഇതാണ് അജ്മീറിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഉത്തരേന്ത്യയിൽ ഖാജാ തങ്ങളുടെ നേതൃത്വത്തിൽ ഇസ്ലാമിലേക്ക് വന്നത് തങ്ങൾ പ്രസംഗിച്ചിട്ടോ ദഅവത്ത് നടത്തിയിട്ടോ അല്ല. അതൊക്കെ വേണം, പക്ഷെ ജീവിച്ച് കാണിച്ചത് കൊടുത്തുകൊണ്ടാണ്. ലോകത്ത് എവിടെ ഇസ്ലാമുള്ള സ്ഥലം നോക്കിയാലും മലേഷ്യ 90% അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ 90%-ലധികം മുസ്ലിങ്ങളാണ്. മറ്റുള്ള മതക്കാർ അന്യനാട്ടിൽ നിന്ന് വന്നവരാണ്. ചൈനയിൽ നിന്നോ നമ്മുടെ നാട്ടിൽ നിന്നോ മറ്റുള്ളവരൊക്കെയാണ്. അതൊക്കെ ഒരൊറ്റ മഹാൻ, ആ മഹാനെ കൊണ്ടാണ് ആ നാട് മൊത്തം ഇസ്ലാമിലേക്ക് വന്നത്. അതുകൊണ്ട് നമ്മൾ മര്യാദക്ക് ജീവിച്ചാൽ ഈ ലോകത്ത് ഇസ്ലാം ഇസ്സത്തിലാകും, നമ്മൾ ഇസ്സത്തിലാകും, ഈ സമൂഹം ഇസ്സത്തിലാകും. അള്ളാഹു നമ്മളങ്ങനെ എല്ലാവരെയും ഇസ്സത്തിലാക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ നിർത്തുന്നു. അള്ളാഹു നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതും ഈ പറഞ്ഞതും അവനൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഇത്രയും നേരം ഇഅ്തികാഫിലിരുന്നു, ഞങ്ങൾ ളുഹ്ർ നിസ്കരിച്ചു, ദുആയിൽ പങ്കെടുത്തു, എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും ഒരുപാട് മുറാദുകളുണ്ട് റബ്ബേ. ദുന്യവിയായ ഉഖ്റവിയായുമായ ഒരുപാട് മുറാദുകളുണ്ട്. എല്ലാം നീ സദസ്സിൻ്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബക്കാരുടെയും ബന്ധുക്കളുടെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെയും എല്ലാവിധ അസുഖങ്ങളും ഈ നിമിഷം നീ ശിഫയാക്കി തരണം റഹ്മാനെ. കടങ്ങളൊക്കെ നീ വീട്ടിത്തരണം റഹ്മാനെ. ജീവിതത്തിൽ നീ സന്തോഷം തരണം റഹ്മാനെ. എല്ലാവിധ ഖൈറിൽ നിന്നും ഖൈറിലേക്ക് നീ ഞങ്ങളെ അടുപ്പിക്കണം റഹ്മാനെ. ഷെറിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഇത്രയും നേരം ഞങ്ങളിവിടെ നിരുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് വളരെ വലിയ ഖൈറുകൾ നൽകണം റഹ്മാനെ. വളരെ വലിയ സന്തോഷം തരണം റഹ്മാനെ. ഈ ദീനനുസരിച്ച് നടക്കാനും
ഇതനുസരിച്ച് സമൂഹത്തെ ഉത്ബുദ്ധരാക്കാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണം റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولأقاربنا ولجميع أمة محمد صلى الله عليه وسلم. اللهم قنا وإياهم شر ما قضيت وارحمنا وإياهم برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.